ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ മൂവി അപ്ലോഡ് ചെയ്ത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം യൂട്യൂബ് ത്രൂ. അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു, അതിനകത്ത് ക്രിയേറ്റ് ബട്ടൺ ഞാൻ കൊടുത്തു, അതിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. അതിനകത്ത് സെലക്ട് ഫയൽ കൊടുക്കുക. ഞാൻ ഇനി എൻ്റെ വീഡിയോ ഞാൻ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് 2-3 മലയാളം മൂവീസ്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണു. ഓക്കെ, ഞാൻ ആ കാണുന്ന വീഡിയോ പ്ലേ ബാക്ക് എന്ന് പറയുന്ന വീഡിയോ സെലക്ട് ചെയ്തു. ഇപ്പോൾ അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലോഡായി. എന്തോ പറയാന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് നമുക്ക് റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ്ലി അതിനകത്ത് ടൈറ്റിലും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പോണു. എല്ലാ പടത്തിനും ഇതേപോലെ ആയിരിക്കില്ല. മിക്ക പടങ്ങളും ഒന്നല്ലെങ്കിൽ അവർ കൺട്രി ബ്ലോക്കോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഇടും. അതിനകത്തുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ വാങ്ങിച്ചിട്ട് അവരത് ആ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ റെസ്ട്രിക്ഷൻ കാണിക്കാനുള്ള വഴിയുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്യാം. ഞാൻ മൂവി നെയിം അടിച്ചു, ആ മൂവിയിൽ അഭിനയിച്ച ഒരു ആക്ടറിൻ്റെ നെയിം അടിച്ചു. ഓക്കെ, ഞാൻ ഇതിനകത്ത് മാക്സിമം 100 ആക്കാനാണ് ഞാൻ നോക്കണേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ വീഡിയോ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, ഇപ്പോൾ മൂവി ഏതാണ് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. അതിനകത്ത് ഞാൻ കുറച്ച് കീവേഡ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഡിഫോൾട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം. അടുത്തത് തംബ്നെയിൽ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിൻ ഫാക്ടറാണ്. കാരണം ഒരു തംബ്നെയിൽ എത്രത്തോളം അട്രാക്റ്റീവ് ആവണോ അത്രത്തോളം നമുക്ക് ആൾക്കാരെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തു. അടുത്തത് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സിനിമ പഴയ മൂവീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷൻ പോലെ നമ്മൾ കീപ്പ് ചെയ്യണത്. പുതിയ മൂവീസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് മൂവി അപ്ലോഡ് ചെയ്യും, ആ ഒരു സെറ്റപ്പ്. ഇപ്പം ഞാനിവിടെ ഒരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം.
ചെയ്യാനുള്ളതും പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബർ ബട്ടണും വെക്കാനുള്ളൊരു ഓപ്ഷൻ. അത് വെക്കണൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് കഴിയണ ടൈമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇത് കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇനി നമ്മുടെ ചാനലിലുള്ള വേറെ മൂവി കാണണോ അതോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ അത് കാണിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും വീഡിയോസിന് വ്യൂസ് കൂടാനുള്ള ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ് ഈ സംഭവം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യണത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ അത് അതിൻ്റെ പരിപാടി കഴിഞ്ഞ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ആഡ് ചെയ്യാം. കാർഡ് മീൻസ് നമ്മുടെ വീഡിയോ കാണുന്ന സൈഡിൽ ചെറിയൊരു ടൈറ്റിൽ പോലെ വരുന്ന സംഭവം, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. സോ ഞാൻ അടുത്ത് ഇപ്പോൾ എൻ്റെ വീഡിയോന് റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇതിനകത്ത് വിസിബിലിറ്റി 3 ടൈപ്പ് ഉണ്ട്. പ്രൈവറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇടാം, അൺലിസ്റ്റഡ് ആയിട്ട് ഇടാം. അതല്ല പബ്ലിക്കലി ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്നത് പ്രീമിയർ ആയിട്ടാണ്. കാരണം ആൾക്കാർക്കൊരു ലൈവ് വ്യൂ എന്നുള്ളൊരു പാറ്റേണിൽ ഇത് കാണിക്കും. ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ഇടാം, ഷെഡ്യൂളിൽ ടൈം സെറ്റ് ചെയ്യാം. നേരെ പബ്ലിഷ് കൊടുത്തു നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ആയി എന്നും പറഞ്ഞപ്പോൾ മെസ്സേജ് വരും. ഇനി നമുക്കത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ ത്രൂ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അടുത്തത് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂട്യൂബിൽ ഒരു മൂവി എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്.